എന്നാൽ പോലും നമ്മൾ ഈ ശരിയായ തൗഹീദും അതിൻ്റെ ആദർശങ്ങളും സ്വീകരിക്കുമ്പോൾ മറുപക്ഷത്ത് ബഹുഭൂരിപക്ഷമായി നിൽക്കുന്ന ധാരാളം പണ്ഡിതന്മാരും നേതാക്കളും അപ്പുറത്ത് നിന്ന് ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ ശരിയല്ല, ഇവരൊക്കെ പുത്തൻ പ്രസ്ഥാനക്കാരാണ്, പുതിയ ആശയക്കാരാണ് എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പൊതുവെ സാധാരണക്കാരുടെ മനസ്സിലുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു ശരി ഉണ്ടാവൂലേ, ഇതൊക്കെ ഒരു പച്ചയായി പൊതുവെ കളവ് പറയൂ. ഇത്ര വലിയ പണ്ഡിതന്മാരും നേതാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ഈ സാധാരണക്കാരെ ഇങ്ങനെ നുണ പറഞ്ഞ് പറ്റിക്കും. അപ്പം എന്തായിരുന്നാലും ഈ തൗഹീദും ദീനൊക്കെ ശരിയായി പ്രമാണബദ്ധമായി പറയുന്ന ആളുകൾ പിഴച്ചവർ തന്നെയാണ്. പലപ്പോഴും അവർക്ക് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നിയാൽ പോലും ഇത്ര വലിയ പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ കളവ് പറയുമോ, നമ്മളെ പറ്റിക്കുമോ, ചൂഷണം ചെയ്യുമോ എന്ന ഒരു സംശയത്തിൻ്റെ ബലത്തിൽ മാത്രമാണ് ഇതൊക്കെ ശരിയായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആളുകൾ നിലനിൽക്കുന്നത്. എന്നാൽ ഇന്ന് ഈ ഒരു വ്യാജമുടിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ വലിയ വലിയ ഉസ്താദന്മാരും മൂല്യന്മാരും ഒക്കെ കളവ് പറയും എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങിയ ഒരു സാഹചര്യമുണ്ട്. നമ്മൾ പറയണതല്ല, അത് സത്യത്തിൽ ഒരു സത്യം വെളിപ്പെടാനുള്ളതായിരുന്നോ എന്ന് നമ്മൾ സംശയിക്കുകയാണ്. കാരണം അത് കളവ് പറയുന്നതാണ് എന്ന് നമ്മൾ മാത്രം പറയുകയാണെങ്കിൽ അത് എത്രയോ കാലങ്ങളായി ഇവർ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയുന്നു എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഒരു ആവർത്തനം എന്നേ ജനങ്ങൾ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അതായത് ഈ യാഥാസ്ഥിക സമൂഹത്തിൽ ഏറ്റവും വലിയ രണ്ട് കക്ഷികളായി നിൽക്കുന്നതിൽ ബഹുഭൂരിപക്ഷം വരുന്ന യാഥാസ്ഥിക നേതാക്കന്മാരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും പറയുന്നു ഈ മുടി വ്യാജമാണെന്ന്, ഇത് കളവാണ് എന്ന്, ഇതിന് സനദില്ല, ഇതിന് തെളിവില്ല എന്ന് പറയുന്നു. അപ്പം എന്തായിരുന്നാലും രണ്ടിലൊരു കൂട്ടർ പറയുന്നത് കളവായിരിക്കും എന്ന കാര്യത്തിൽ ഈ സാധാരണക്കാർക്ക് സംശയത്തിന് അവകാശമില്ല.